ഡിയേഴ്സ്. ഇന്ന് ഞാൻ തലശ്ശേരിയിലും കണ്ണൂരിലൊക്കെ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള ഒരു വെറൈറ്റി കുഞ്ഞിപ്പത്തിരിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്രീമി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കുഞ്ഞിപ്പത്തൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഒരു പാനിൽ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത ശേഷം പത്തിരി ഉണ്ടാക്കുന്ന പോലെ നന്നായി പൊടി വേവിച്ചെടുക്കുക. ഇനി ഇത് നന്നായി കുഴച്ചെടുത്ത ശേഷം ഇതുപോലെ കുഞ്ഞിപ്പത്തൽ തയ്യാറാക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. ഇതിനായി ഞാൻ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത ശേഷം നന്നായി വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായി വെന്ത് വരുമ്പോൾ നമുക്കതിൻ്റെ ബോൺസൊക്കെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി ഞാനിവിടെ 2 വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. ഇനി ഞാനിവിടെ ഒരു 2 മീഡിയം തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്യാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് വലിയ ജീരകവും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഒരു ജാറിലിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് ഈ മസാലക്കൂട്ടിലേക്ക് ചേർക്കാം. ഇത് നന്നായി കുക്കായി വരുമ്പോൾ അതിലോട്ട് നമ്മുടെ എല്ലൊക്കെ കളഞ്ഞ് നേരത്തെ വേവിച്ചെടുത്ത ചിക്കനാണിത്. അത് ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞിപ്പത്തൽ വേവിച്ചെടുക്കാം. ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. അതിലോട്ട് അല്പം കൂടി വെള്ളം ചേർത്ത ശേഷം നമ്മുടെ കുഞ്ഞിപ്പത്തൽ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കുഞ്ഞിപ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയല്ലാതെ നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നല്ല ഡ്രൈ ആവാതെ നല്ല ക്രീമി ടെക്സ്ചറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വേവിച്ചെടുത്തത്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മിക്സിലേക്ക് നമ്മുടെ കുഞ്ഞിപ്പത്തൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ കുക്ക് ചെയ്ത ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ്. അത് ഇതിൽ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അല്പം മല്ലിയില കൂടി ചേർത്ത് നമുക്ക് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്.
നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞിപ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.